ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പഴയകാല നാട്ടുരുചികളിൽ ഒന്നായ മാങ്ങാത്തര മാംഗോ ഫ്രൂട്ട് ലെതർ ആണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ ഹെൽത്തിയായി പ്രിസർവേറ്റീവുകളൊന്നുമില്ലാതെ സ്വാദിഷ്ടമായ മാങ്ങാത്തര നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി എല്ലാവരും തീർച്ചയായും പരീക്ഷിച്ചു നോക്കണം കേട്ടോ. മാങ്ങാത്തരയുണ്ടാക്കാൻ വേണ്ടി ആദ്യമായി നമ്മൾ മാങ്ങ പൂണ്ടിട്ട് മാങ്ങയുടെ പൾപ്പ് എടുക്കുക എന്നതാണ്. എൻ്റെ ചെറിയ മോള് മാങ്ങയുടെ ഒന്ന് കഷ്ണം മുറിച്ച് തരാൻ പറഞ്ഞപ്പോൾ അവൾ ചെയ്ത ഡെക്കറേഷൻസ് ആണ് നിങ്ങളീ കാണുന്നത്. നല്ല രസമുണ്ട് കാണാനില്ലേ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. തൊലിയില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി എടുക്കണം. തീരെ കട്ട പാടില്ല കേട്ടോ. എൻ്റെതിൽ കുറച്ചൊക്കെ കട്ടയുണ്ടായിരുന്നു. നല്ലവണ്ണം പേസ്റ്റാക്കി അരച്ചെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ അതിൽ നിന്ന് ചെറിയ ചെറിയ പീസ് എടുത്ത് കരയുമ്പോഴൊക്കെ മുട്ടായി മാതിരി കൊടുക്കാം കേട്ടോ. ജെല്ലി മുട്ടായി ഒക്കെ കഴിക്കില്ലേ, അതുപോലെയാണ് നമ്മളുടെ മാങ്ങാത്തര കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണിത്. നമ്മുടെ മാങ്ങ കഷ്ണമാക്കിയത് നല്ലവണ്ണം അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ചൂടുള്ള പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ചേർക്കരുത് കേട്ടോ. പെർഫെക്റ്റായി ഉണ്ടാകാൻ വേണ്ടിയിട്ട് തോനെ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ തോനെ നേരം കുറേ നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് വെള്ളം കുറവ് ചേർത്ത് അടിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇട്ടത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 നാരങ്ങയുടെ നീര് എടുത്ത് ഒഴിക്കാം. നല്ല മധുരം വേണം എന്നുള്ളവർക്ക് മധുരം കൂടുതൽ, പഞ്ചസാര കൂടുതൽ ഇടാം കേട്ടോ. ഞാൻ കുറവും അത്യാവശ്യം മാങ്ങ മധുരം ഉണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു മധുരമാണ് 1 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ടത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മധുരം ഇടാം. അതുപോലെ ഇത് ഷുഗറുള്ള ആളുകളൊക്കെയാണ് ഇതുണ്ടാക്കുന്നത് എങ്കിൽ മധുരം വേണ്ട, അതല്ല ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മധുരം ഇല്ലാതെയും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു തുള്ളി പനങ്കൽക്കണ്ടൊക്കെ ഇതിൽ ഉപയോഗിക്കാം. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ ഷുഗറുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്ത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമ്മളുടെ പൾപ്പ് നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അത് നല്ലവണ്ണം തിളച്ച് വറ്റി വരണം. ഇതിലേക്ക് പിന്നെ ഞാൻ ചേർക്കുന്നത് ഫുഡ് കളറാണ്. നമ്മളുടെ മാങ്ങാത്തരക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഫുഡ് കളർ ഞാൻ ചേർത്തത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് മാങ്ങാത്തരക്ക് ഒരു നല്ലൊരു പെർഫെക്റ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു യെല്ലോ ഫുഡ് കളറാണ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നമ്മളുടെ മാങ്ങ നല്ല യെല്ലോ കളറാണ് ഉള്ളത് കേട്ടോ, നിങ്ങൾക്ക് കാണാനില്ലേ. എങ്കിലും ഒന്നും കൂടി നന്നായി കിട്ടട്ടെ, കളറ് നന്നായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഈ പൾപ്പ് നല്ലവണ്ണം തിളച്ച് വറ്റി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലവണ്ണം തിളച്ച് വറ്റി താഴ്ന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ തെറിക്കൽ തുടങ്ങും. ഇങ്ങനെ കയ്യിൽക്കൊക്കെ തെറിക്കുന്നത് പോലെ തെറിക്കൽ തുടങ്ങും. അപ്പോൾ നമ്മൾ തീയൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ പൊള്ളിപ്പോകും. ഇതാ നമ്മുടെ മാങ്ങാത്തര ഉണ്ടാക്കാനുള്ള പൾപ്പ് റെഡി ആയിട്ടുണ്ട്. വറ്റി ഇതുപോലെ ചട്ടിയിൽ നിന്നും വിട്ട് കിട്ടണം കേട്ടോ. ഞാൻ കയ്യിലേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ ചട്ടി ഉള്ളിൽ കാണുന്നത് കണ്ടില്ലേ, അതുപോലെ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങാത്തരയുടെ പൾപ്പ് റെഡിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇതുപോലെ തിന്നായി പരത്തിയെടുക്കാം. വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ കേട്ടോ. ഒരു തുള്ളി എണ്ണമഴക്ക് പുരട്ടിയിട്ട് വേണം ഇതിങ്ങനെ പരത്തിയെടുക്കാൻ. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ മറന്നതാണ്. എണ്ണമഴുക്ക് പുരട്ടിയാലാണ് വെളിച്ചെണ്ണയോ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് വെച്ചാൽ അതെടുത്ത് നിങ്ങൾക്ക് പുരട്ടിയിട്ട് വേണം നമ്മുടെ മാങ്ങാത്തര മേലെ ഒഴിച്ചിട്ട് തിന്നായി പരത്തിയെടുക്കാൻ. അല്ലെങ്കിൽ വെയിൽ കൊണ്ടാൽ ഇത് എടുത്ത് കിട്ടാൻ പ്രയാസം വരും. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയത് ഒരിക്കലും ഫ്ലോപ്പ് ആവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് കാരണമാണ് എടുത്തെടുത്ത് പറയുന്നത്. മാഷാ അല്ലാഹ്, സൂപ്പറായി നമ്മളുടെ മാങ്ങാത്തര കിട്ടിയിട്ടുണ്ട്. പ്ലേറ്റിൽ നിന്ന് എടുക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ റോള് ചെയ്ത് നമുക്ക് അതിനി കട്ട് ചെയ്ത് എടുത്തു വെക്കാം. ഇത് വളരെ ഹെൽത്തിയുമാണ്. നാച്ചുറലായി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ ധൈര്യമായി കൊടുക്കാം കേട്ടോ. ജെല്ലി മുട്ടായിയാണ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്വാദിഷ്ടമായ നാടൻ രുചിയിൽ എളുപ്പത്തിൽ ആരോഗ്യപരമായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാങ്ങാത്തര റെസിപ്പിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇത് ഉണ്ടാക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. വീഡിയോ കാണുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും.
നല്ല വെയിലത്ത് കൊണ്ടുപോയി തന്നെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ വെയിലത്ത് വെച്ചില്ലെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ ഉണക്കേണ്ടി വരും. നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആയി കിട്ടും. ടെറസിൽ തന്നെ കൊണ്ടുവെക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോയിൽ ഞാൻ മാങ്ങാത്തര ഉണ്ടാക്കുന്ന രീതി വളരെ ലളിതമായി വിശദീകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. കൂടുതൽ നല്ല റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.